ഹലോ അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്നൊരു അടിപൊളി ഒരു വീഡിയോ ആണ്. കുറേ കാലമായില്ല എൻ്റെ ഒരു വീഡിയോ വന്നിട്ട് എന്നോട് എല്ലാവരും ചോദിക്കാൻ തുടങ്ങി എന്താണ് വീഡിയോ ഇടലില്ലേ, നിർത്തിപ്പോയോന്നൊക്കെ. നിർത്തിപ്പോയതൊന്നുമല്ല, കുറച്ച് ബിസി ആയത് കാരണം വീഡിയോ ഇടുന്നത് കുറച്ച് ഡിലേ ആക്കിയതാണ്. അപ്പോൾ കുറേ കാലം ഈ ഒരു വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്ത് വെച്ചിട്ട് അപ്പോൾ ഇന്നാണ് അപ്ലോഡ് ചെയ്യേണ്ട സമയമെന്ന് തോന്നുന്നു. അപ്പോൾ നമ്മൾ ബസ്സിൽ കോഴിക്കോട് വരെ ഒരു യാത്ര പോവുകയാണ്. ഞാനും താത്തയും മക്കളും മാത്രമേ ഉള്ളൂ. അപ്പോൾ അയാനിതാ ബസ്സിൽ കയറിയ പാടെ തന്നെ കിടന്നുറങ്ങി. ഞാൻ നല്ല ലോങ് ജേർണി അല്ല, ബസ്സിലൊക്കെ പോകുമ്പോൾ നല്ല പാട്ടൊക്കെ കേട്ട് പോകാമെന്നൊക്കെ എക്സ്പെക്റ്റ് ചെയ്ത് നിന്ന ഞാൻ ആകെ അവിടെ അങ്ങോട്ട് കുടുങ്ങിപ്പോയി. ഒരു പാട്ടില്ല, ബസ്സിൽ പാട്ടിടാൻ പാടില്ല നിയമം വന്നിട്ട് നീ ഡ്രൈവർ അറിഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. അങ്ങനെ നമ്മൾ ചെന്ന് വിട്ടത് എവിടെയാണ്? ഗോകുലമ്മാൾ. ഞാനിതുവരെ ഗോകുലമ്മാൾ പോയിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ താത്ത പറഞ്ഞ് നമ്മൾ ലുലും ഫോക്കസ് മാൾ എല്ലായിടത്തും പോയിക്കണല്ലോ, ഇനി ഗോകുലമ്മാൾ ഈ കാണാതെ കണ്ട നമുക്ക് അന്ന് അവിടെ പോയി നോക്കാമെന്ന് വെച്ചിട്ട് അങ്ങനെ ഞങ്ങളിതാ അവിടേക്കാണ് പോണത്. അങ്ങനെ അവിടെ എത്തിയ പാടെ തന്നെ അവിടെ ഒരുപാട് ആൾക്കാരുണ്ട്. നല്ല റഷായിരുന്നു. അന്ന് സാറ്റർഡേ ആയിരുന്നു. അപ്പോൾ സാറ്റർഡേ ആയതുകൊണ്ട് നല്ല റഷ് ഉണ്ടായിരുന്നു. പിന്നെ അതുപോലെ ഒരുപാട് സ്കൂളിൽ നിന്നൊക്കെ കുട്ടികളൊക്കെ ടൂറായിട്ട് മാൾ വിസിറ്റിനൊക്കെ അങ്ങനെ വന്നിട്ടുണ്ട്. അപ്പോൾ മോളിൽ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ കയറി ചെല്ലുന്ന സമയത്ത് ആ ഒരു കളർഫുൾ ആയിട്ടുള്ള ആ ഇതുണ്ടല്ലോ, നല്ല ഭംഗിയുടെ നല്ല അട്രാക്റ്റീവ് ആയിരുന്നു കേട്ടോ. അങ്ങനെ വന്ന പാടിന് ഇവരെ കണ്ണ് ഉടക്കിയത് ഇങ്ങനത്തെ ട്രെയിന് കാര്യങ്ങൾക്കൊക്കെയാണ്. കാരണം കുട്ടികളല്ലേ, സ്വാഭാവികമായിട്ടും അങ്ങനത്തെ കാര്യങ്ങളെ നോക്കുകയുള്ളൂ. നമ്മളൊക്കെ ആണെങ്കിൽ പിന്നെ ഡ്രസ്സ്, ജ്വല്ലറി, ആക്സസറീസ് അങ്ങനത്തെ സാധനത്തിൽ നമുക്ക് പോകും. അപ്പോൾ വന്ന പാടിന് എല്ലാവരും വാഷ്റൂമിലാണ് പോയത്. കാരണം ലോങ് ജേർണിയൊക്കെ കഴിഞ്ഞ് വന്നതല്ലേ. അപ്പോൾ അവർക്കൊക്കെ ബാത്റൂം പോകേണ്ടതെന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ ഡയറക്റ്റ് നമ്മൾ എല്ലാവരും വാഷ്റൂമിൽ പോയി അവിടുന്ന് ഫ്രഷപ്പ് ആയതിനു ശേഷം നമ്മൾ പിന്നെ ബാക്കി കറങ്ങാനും ഒക്കെ ആക്കാമെന്ന് വിചാരിച്ച്. അല്ലൂനാണെങ്കിൽ ഹാൻഡ് വാഷ് ഇട്ട് കൈ കഴുകിയാൽ മടുക്കൂല, അങ്ങനെയാണ് എപ്പോഴും കൈ കഴുകിക്കൊണ്ടിരിക്കണം. അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടി ഈ ഒരു മെഷീൻ്റെ സൗണ്ട് ഇടവ് പിന്നെ അവൾ കൈയ്യടുകളൊക്കെ നിർത്തി ഇനി കുറച്ച് ഡ്രൈ ഒക്കെ ചെയ്യട്ടെ എന്ന് വിചാരിച്ച്. അപ്പോൾ ഇതാണ് നമ്മൾ മുകളിൽ നിന്നുള്ളൊരു വ്യൂ. നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ കേട്ടോ. അങ്ങനെ പിന്നെ നമ്മൾ ഓരോരോ കടയുടെ സൈഡിലൂടെയും അവിടെയും ഇവിടെയും എല്ലായിടത്തും നടന്ന് ഇവരാണെങ്കിൽ രണ്ടാളും മുകളിലേക്ക് പോവുക, അതേപോലെ താഴോട്ട് തന്നെ വരിക, അങ്ങനെ കളിക്കുക. ലാസ്റ്റ് ആൾക്കാരെ ഒന്ന് ചീത്ത കേൾക്കുന്ന പറയാണ്ട് കൂടെ കൂട്ടി പോകുന്നു. അങ്ങനെ വരുന്ന ആൾക്കാണ് ഈ ഒരു ഡ്രസ്സ് കണ്ടത്. നല്ല പോലെ ഇഷ്ടപ്പെട്ടു. പക്ഷെ വാങ്ങിച്ചില്ല. വിലയൊക്കെ നോക്കി മോഡലൊക്കെ നോക്കിയാണ് ജസ്റ്റ് പോന്നു. അങ്ങനെ നമ്മൾ അടുത്തുള്ളൊരു ഫാൻസി കടയിൽ കയറി അവിടുന്ന് കുറച്ച് ക്ലിപ്പ് സാധനങ്ങൾ, എയർബെന്ന്, അങ്ങനത്തെ മക്കൾക്ക് ആവശ്യമുള്ള സാധനങ്ങൾ, എനിക്ക് ആവശ്യമുള്ള കുറച്ച് സാധനങ്ങൾ അങ്ങനത്തെ വാങ്ങിക്കാണ്ട് അങ്ങനത്തെ ഒക്കെ വാങ്ങിച്ചതിന് ശേഷം നമ്മൾ നേരെ പിന്നെ ഫുഡ് കോർട്ടിലാണ് പോയത്. ഫുഡാണല്ലോ, എവിടെ ചെന്നാലും പിന്നെ ഫുഡ് കഴിക്കാതെ നമുക്കൊരു പരിപാടി ഇല്ലല്ലോ. അപ്പോൾ ഫുഡ് അടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നേരെ ഫുഡൊക്കെ ഓർഡർ ചെയ്ത്, നമ്മൾ ഓർഡർ ചെയ്ത സമയത്തിന് ഷനുവിന് അവൻ്റെ സാധനം കിട്ടി. അവൻ KFC ബർഗറൊക്കെ വാങ്ങിച്ചിട്ട് അവനിരുന്നു. ഞാനാണെങ്കിലോ ഓർഡർ ചെയ്ത സാധനം എപ്പോൾ കിട്ടും വെച്ചിട്ട് ഇങ്ങനെ ഇതിൻ്റെ ബെല്ലടിക്ക് വേണ്ടി കാത്തിരിക്കിയത്. അങ്ങനെ കുറേ നേരമൊക്കെ നോക്കിയിരുന്ന് ലാസ്റ്റ് എൻ്റെ ബെല്ലും അടിച്ചു. ആ ബെല്ലടിച്ച സമയത്ത് തന്നെ പിന്നെ നമ്മൾ ആ ഒരു ബെല്ലടിക്കുന്ന സമയത്തോളം അയാനെന്തായി ഒതുങ്ങിയിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് നേരം ഫോണിൽ കാർട്ടൂണൊക്കെ ഇട്ട് കൊടുത്ത്. അങ്ങനെ നമ്മളെ സാധനം വന്നു. ഞാൻ ഒരു ലോഡഡ് ഫ്രൈസും അതുപോലെ പോപ്കോൺ സംതിങ് അങ്ങനത്തെ എന്തോ ചിക്കൻ പോപ്കോൺ അങ്ങനെ എന്തോ എന്നാണ് വാങ്ങിച്ചിരുന്നത്. അങ്ങനെ അതൊക്കെ കഴിച്ച് കഴിഞ്ഞതിന് ശേഷം അല്ലുവിന് ഭയങ്കര വാശി, പോപ്കോൺ വാങ്ങിക്കാൻ കൊടുത്തിട്ടില്ല എന്ന്. അപ്പോൾ പിന്നെ അവളുടെ ഇഷ്ടത്തിന് ഒരു പോപ്കോണും വാങ്ങിച്ചു കൊടുത്ത്. അവൾക്ക് നോർമലും അയാൻക്കും നോർമൽ, ഷനുവിനാണെങ്കിലോ കാരമലാണ് വേണ്ടതെന്ന് പറഞ്ഞാൽ അവനക്ക് കാരമൽ പോപ്കോണും വാങ്ങിച്ചു കൊടുത്തു. ഇങ്ങനെ എല്ലാവരും എന്തായാലും ഉള്ളതാണല്ലോ, നമുക്ക് പിന്നെ വേറെ വാങ്ങിക്കേണ്ട, അവരുടെ നിന്നൊക്കെ കഴിക്കാമെന്ന് വെച്ചിട്ട് നമ്മൾ അതിൽ നിന്നൊക്കെ കഴിച്ചു. അപ്പോൾ ഷാനു പിന്നെ നല്ല കുട്ടിയാണ്, അവന് മേമക്ക് കറക്റ്റായിട്ട് തന്നെ ഐ സൂപ്പറാണെന്നൊക്കെ പറയുന്നുണ്ട്. കണ്ടില്ലേ, അയാനിതാ മെച്ചെടുത്തോട്ടോ എന്നൊക്കെ പറയുന്നുണ്ട്. അല്ലു ആണെന്നുണ്ടെങ്കിൽ പിന്നെ എനിക്ക് തരൂല, കഴിക്കാൻ തരില്ല. ഓളത് പിന്നെ ഓൾ ആർക്കും തരില്ല, ഓൾ അങ്ങനെയാണ്. അയാന് പിന്നെ നല്ല കുട്ടിയാണ്, അവൻ എല്ലാവർക്കും തരും. അങ്ങനെ അതൊക്കെ കഴിഞ്ഞതാ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് ഇനി ഇവിടുന്ന് നമുക്ക് ഇറങ്ങാം, നമുക്ക് ഇനി നമ്മൾ ബീച്ചിലേക്ക് പോകാമെന്ന് പറഞ്ഞു. കാരണം അത്യാവശ്യം വെയിലാറുന്നത് വരെ ഞങ്ങൾ മോളിൻ്റെ ഉള്ളിൽ തന്നെ നടന്ന് കളിച്ചെല്ലാം കണ്ടു. നല്ല ഭംഗിയില്ലേ, റിവ്യൂ കാണാൻ വേണ്ടിയിട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ പുറത്തിറങ്ങിയ സമയത്ത് എത്ര സമയമാണ് കാത്തുന്നതെന്നറിയോ? ഒരു ഓട്ടോ കൈ നിർത്തിയാൽ ബീച്ചിൽ എന്ന് പറയുമ്പോൾ ഇല്ല പോവില്ല പറഞ്ഞാണ് പോയി. എന്താ സംഗതി നമുക്ക് മനസ്സിലായില്ല. അങ്ങനെ കുറേ അന്വേഷിച്ചപ്പോഴാണ് അവിടെ എന്തോ ഒരു റോഡ് ബ്ലോക്ക് അങ്ങനെ എന്തോ സംഭവമാണ്, അതുകൊണ്ട് കൊണ്ടുപോകാത്താണെന്ന് പറഞ്ഞത്. അങ്ങനെ അവസാനം നമുക്ക് നല്ലൊരു കാക്കാനെ ലാസ്റ്റ് കിട്ടി. ആ കാക്കാനെ ആയിക്കോട്ടെ കുഴപ്പമില്ല കൊണ്ടാക്കി തരാമെന്ന് പറഞ്ഞു. ചില കാക്കന്മാർ അവിടെ ബ്ലോക്കാണ് അതുകൊണ്ട് എക്സ്ട്രാ പൈസ തരണം എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ നമുക്ക് ലാസ്റ്റ് അവർ പറഞ്ഞ പൈസൻ്റെ പകുതിക്ക് പൈസയൊക്കെ ഈ കാക്ക നമ്മളെ നല്ല സിമ്പിളായിട്ട് നമ്മളെ ബീച്ചിലാക്കി തന്നു. അങ്ങനെ ഞങ്ങൾ ഹാപ്പിയായി കാക്കക്ക് പൈസയൊക്കെ കൊടുത്തിട്ട് ഞങ്ങൾ അവിടുന്ന് നേരെ ബീച്ചിൽ ഇറങ്ങിയാൽ പിന്നെ ഇവർ മണ്ടാണ്. അല്ലൊക്കെ അതാണ് ഒറ്റ ഓട്ടാണ്. നല്ല അടിപൊളി വ്യൂ ആയിരുന്നു കേട്ടോ അന്ന് ബീച്ചിലുണ്ടായിരുന്നത്. നല്ല റഷായിരുന്നു പറഞ്ഞാൽ നല്ല റഷുമാണ്. അതുപോലെ തന്നെ നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ. അയാനും അല്ലും ഈ ഒരു കുതിരനെ കണ്ടിട്ടില്ല കേട്ടോ. അപ്പം ഞാൻ വിളിച്ച് പറഞ്ഞ് കാണിച്ചു, അയാനെ നോക്ക് കുതിര ഇവിടെ കുതിര ഉണ്ടെന്ന് പറഞ്ഞു. അപ്പം അല്ലു പറഞ്ഞു ഞാൻ അതിനെ പോയി തല്ലട്ടെ പറഞ്ഞു. അപ്പം ഞാൻ അതന്നിട്ട് ചവിട്ടെന്ന് പറഞ്ഞു.
അങ്ങനെ ഞങ്ങൾ കുറച്ച് വർത്താനൊക്കെ പറഞ്ഞുകൊണ്ട് കുതിരനൊക്കെ കണ്ട് നേരെ അവരുടെ സ്ഥിരം പരിപാടി. ഞാൻ അതിന് തന്നെ ഇൻസ്ട്രക്ഷൻ കൊടുത്തിരുന്നു, വെള്ളത്തിൽ ഇറങ്ങിയത്, ഡ്രസ്സ് നനക്കരുത്, ബസ് പോകാനുള്ളതാണ്, ബസ് കയറ്റൂല, ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞിക്കണമെന്നുണ്ടെങ്കിലും എവിടെ ആര് കേൾക്കാൻ വേണ്ടിയിട്ട് ഷാനു അവൻ്റെ ഷൂസൊക്കെ അഴിച്ചെടുത്ത് ഞാൻ പറഞ്ഞു ഡ്രസ്സ് നനക്കാതെ ആരും കളിച്ചോളി, ഡ്രസ്സ് നനച്ചിട്ട് ആരും കൂടെ വരണ്ട കേട്ടോ എന്ന് പറഞ്ഞു. അങ്ങനെ അവരപ്പോൾ തന്നെ മണ്ണിൽ കളിക്കാനും മണ്ണിൽ കുഴി ഉണ്ടാക്കാനും. ഷാനു പിന്നെ കുഴി ഉണ്ടാക്കൽ വിദഗ്ധനാണ്. മണ്ണ് എവിടെ കണ്ടോ മണ്ണിൽ എവിടെ കണ്ടോ അവിടെ കുഴി ഉണ്ടാക്കുക. അയാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് അയാനൊരു ഐഡിയ ഇല്ല. കുറേ നേരം ആലോചിച്ച് നിന്ന് അങ്ങനെ ലാസ്റ്റ് അയാനിതാ എന്തൊക്കെയോ എഴുതാനും വരയ്ക്കാനും അങ്ങനത്തെ രീതിക്കൊക്കെ എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്. ഇങ്ങനെ ഷാനു കാണിച്ചു കൊടുക്കണം, അങ്ങനെയല്ലടാ ഇങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞുകൊണ്ട് കാണിച്ചു കൊടുക്കുമ്പോൾ ഓനെ അതിന് ഓപ്പോസിറ്റായിട്ട് ഓരോന്നും അവരോരോ വികൃതികൾ. അങ്ങനെയല്ലേ, കുട്ടികൾ അങ്ങനെ തന്നെയാണല്ലോ. അങ്ങനെ ഇതാ നിൽക്കുമ്പോഴാണ് ഈ ഒരു ബോട്ടിൻ്റെ സൗണ്ട് കേട്ടത്. നല്ല ഭംഗിയുണ്ടായിരുന്നു, പോകാൻ നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ അവരെ ബോട്ട് പോകുന്ന സ്പീഡും എവിടെ വരെ പോകുന്നുണ്ടെന്നും കണ്ടപ്പോൾ പിന്നെ ആ ധൈര്യം അങ്ങോട്ട് ഒലിച്ചു പോയി. അങ്ങനെ അവർ പോണതും ഓരോ ബോട്ട് പോണ റൈഡും ഇതൊക്കെ കണ്ടിരുന്നേ. അതിനുശേഷം എന്താ ഇവർ പിന്നെ നനക്കരുതെന്ന് പറഞ്ഞാൽ പിന്നെ കേൾക്കണ കുട്ടികളല്ലല്ലോ എൻ്റെ രണ്ടെണ്ണം. അപ്പോൾ പിന്നെ അതുകൊണ്ട് നേരെ അവർ വെള്ളത്തിൽ ഇറങ്ങി കടലിന് വെള്ളം എടുത്തുകൊണ്ടിരാ, ഇവിടെ ഒഴിക്കുക, തിരിച്ച് കടലിന് ഒഴുകി പോവുക. എന്താ രസം, നല്ല രസമുള്ള പരിപാടി. അങ്ങനെ ഷാനു ഇതാ ലാസ്റ്റ് പറയണേ, കുഴിച്ച് മേമ എൻ്റെ കുഴിയിൽ ഇതാ വെള്ളം കണ്ടെന്ന് പറഞ്ഞു. കടലിൻ്റെ അടുത്ത് പിന്നെ കുഴിച്ചാൽ വെള്ളം ഇല്ലാതെ പിന്നെ എന്തായാലും കാണല്. അങ്ങനെ ഓനത് ആ വെള്ളം മുക്കി പോരുന്ന. അപ്പോൾ ഓൻ പറയണം ഇനിയും വെള്ളം മുക്കി പോരുമ്പോൾ വെള്ളം ഇനിയും വരുന്നതാ. അതാണ് ഇവനെയും കാണിച്ചു തരുന്നത് കേട്ടോ. അങ്ങനെ അവരുടെ കളിയും കുസൃതിയും സംഭവങ്ങളൊക്കെ കുറേ നേരം അവിടെ എൻജോയ് ചെയ്ത് അവർക്ക് നല്ല എൻ്റർടൈൻമെൻറ്റ്. അതിനാണ് നമ്മൾ മെയിനായിട്ട് വന്നത്, അവർക്കൊരു എൻ്റർടൈൻ. കാരണം നമ്മൾ അടുത്തുള്ള വേറെ ബീച്ചിലൊന്നും പോവാതെ ഇവിടേക്ക് വന്നത് അതുകൊണ്ട് തന്നെയാണ്. അപ്പോൾ അതിനിടയിൽ ഞാൻ അയ്യാനോട് പറഞ്ഞു, അയ്യാനത് അവിടെ വേറൊരു കുതിരയുണ്ട്, അതിനെ കണ്ടോന്ന് പറഞ്ഞിട്ട് അയ്യാനക്ക് കാണിച്ചു കൊടുത്തു. അയ്യാനോട് കയറണമെന്ന് ചോദിച്ചു, അയ്യാന് വേണ്ടാന്ന് പറഞ്ഞു. അവർക്ക് പിന്നെ അങ്ങനത്തതിനൊന്നും വല്ലാണ്ട് ഇൻട്രസ്റ്റ് ഇല്ല. അങ്ങനെ ഇവരെ കളി വീണ്ടും കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുക. നമ്മളവിടെ നിന്ന് കുറേ നേരം കാഴ്ച കണ്ടു. ഈ ഒരു സൺസെറ്റ് കണ്ട് എന്ത് ഭംഗിയായിരുന്നു ഈ സമയത്ത് എന്നറിയാം. ഇത് ഈ ഫോണിൽ കാണുന്ന സമയത്ത്, വീഡിയോയിൽ കാണുന്ന സമയത്ത് നിനക്ക് എത്രത്തോളം അങ്ങനെ ഏകദേശം ഇരുട്ടൊക്കെ ആവാറായ സമയത്തിന് നമ്മൾ അവരോട് ചോദിച്ചു, നമുക്ക് എന്താ പോകുമൊന്നും വേണ്ട, എന്ന് ഇവിടെ തന്നെ ഇരുന്നാൽ മതിയോ എന്ന് ചോദിച്ചു. അപ്പോൾ അതിന് അല്ലു ആണെങ്കിലോ ഇല്ല വെച്ച് കുറച്ച് നേരം കൂടി, നമ്മളിപ്പോഴല്ലേ വന്നിട്ടുള്ളൂ, കുറച്ച് നേരം കൂടി ഇരിക്കട്ടെ പറഞ്ഞാൽ സോപ്പിടാൻ തുടങ്ങി. അവളപ്പോൾ അതിന് ഞാൻ വെള്ളത്തിലിരുന്ന് എൻ്റെ ഡ്രസ്സ് നനഞ്ഞ് ഇനിയിപ്പോൾ എന്താ ചെയ്യുക, അതാണ് ആ എക്സ്പ്രഷന്. അപ്പോൾ ഞാൻ പറഞ്ഞു അത് കുഴപ്പമില്ല, വേറെ ഡ്രസ്സ് കയ്യിലുണ്ട്, എന്നാലും ഇനി അധികം നനക്കണ്ടെന്ന് പറഞ്ഞപ്പോൾ അപ്പോൾ അത് കേട്ടപ്പോൾ അവൾക്ക് ഭയങ്കര സന്തോഷം, കയ്യിൽ വേറെ ഡ്രസ്സ് ഉണ്ടല്ലോ, അപ്പോൾ ഇനിയിപ്പോൾ നനഞ്ഞാലും കുഴപ്പമില്ല എന്ന്. ഇവനാണെങ്കിൽ ഇവൻ്റെ കുഴിയുണ്ടാക്കൽ നിർത്തിയിട്ടും കൂടില്ല, എപ്പോഴും കുഴിച്ചുകൊണ്ടിരിക്കുക. പിന്നെ അങ്ങനെ നമ്മൾ കുറേ നേരം അവിടെ നിന്ന്. അങ്ങനെ ക്രൗഡാണ് അവിടെ, എന്തോരം ആൾക്കാരെന്ന് അറിയോ. ഈ ഒരു സംഭവത്തിന് പോയതിന് ശേഷമാണ് തോന്നുന്നു കടൽ പിന്നെ ഒരു ന്യൂസ് കണ്ടിരുന്നു, കടൽ നല്ലപോലെ ഉൾവലിഞ്ഞിട്ടുണ്ടെന്നൊക്കെ പറയാൻ ന്യൂസ് കണ്ടിട്ടുണ്ടായിരുന്നു. നമ്മൾ പോയ സമയത്ത് നോർമൽ തന്നെയായിരുന്നു, കുഴപ്പമൊന്നും ഇല്ലായിരുന്നു. അങ്ങനെ തിര വരുന്ന സമയത്ത് ചാടി കളിക്കുന്നത് നല്ല, അവരുടെ കളി കാണുമ്പോൾ നല്ല രസമാണ്. ഒരു ഓലയൊക്കെ എവിടുന്നോ വന്നിട്ട് കടലിന് എവിടെയാ തെങ്ങുന്നാവോ, അങ്ങനെ ഓലയൊക്കെ വന്ന് അത് കണ്ടു. ഒരു ട്രിപ്പ് ബോട്ട് പോയിക്കാണ് വന്നു. ഷാനു അങ്ങനെ കുഴിച്ച് കടലിലോട്ടൊരു വഴി ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ തിര വരുന്ന സമയത്ത് ഈ ഒരു കുഴിയിലോട്ട് വെള്ളം വരുമല്ലോ എന്നുള്ള രീതിക്ക് അവരുണ്ടാക്കിയതാണ്. എന്തായാലും സംഗതി സക്സസ് ആണ്. തിര വരുന്ന സമയത്ത് നല്ല ഹെവി തിര വരുന്ന സമയത്ത് വെള്ളമൊക്കെ അവൻ്റെ കുഴിക്ക് വരുന്നുണ്ട്. അയാനും ഷാനും എല്ലാവരും അല്ലുമൊക്കെ അവിടെ വെള്ളത്തിൽ ഇരിക്കലും കിടക്കലും എന്തൊക്കെയാണ് കാണിച്ചു കൂട്ടിയതെന്ന് അറിയാം. അയാന് പിന്നെ അത്രയ്ക്ക് അങ്ങോട്ട് പോയിട്ടില്ല. അതിനുശേഷം നല്ല ബ്യൂട്ടിഫുൾ സൺസെറ്റൊക്കെ കണ്ടു. ഞങ്ങൾ അടിപൊളിയായിട്ട് എൻജോയ് ചെയ്ത് തിരിച്ചു പോരാൻ നേരത്താണ് ഇനി ഉപ്പിലിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചു. കാരണം അവരുടെ കളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇരുട്ടായല്ലോ, ഇനി നമുക്ക് കുറച്ച് ഉപ്പിലിട്ടതും വെള്ളത്തിന് ദാഹവും അങ്ങനത്തെ പരിപാടികളൊക്കെ തുടങ്ങി. അങ്ങനെ വെള്ളം വാങ്ങി കുടിച്ചു. അതിനുശേഷം നമ്മൾ ഏറ്റവും ക്രൗഡായി നിൽക്കുന്ന ഉപ്പിലിട്ട കട എവിടെയാണ് അത് തപ്പി നടക്കരുത്, എന്നാൽ അവിടെ പോയിട്ട് കഴിക്കരുത്, കാരണം അവിടുത്തെ ടേസ്റ്റ് കൂടുതലായിരിക്കും എന്നുള്ളൊരു ചിന്താഗതി. അങ്ങനെ നമ്മളിതാ അവിടെ പോയിട്ട് പപ്പായ വേണം, ഷനുവിന് പപ്പായ എന്ന് പറഞ്ഞു, അല്ലുവിന് മാംഗോ, അതുപോലെ എനിക്ക് മാംഗോ, എനിക്കും താത്താക്കും പൈനാപ്പിളും അതുപോലെ മാംഗോ, അങ്ങനെ എല്ലാം ഞങ്ങൾക്ക് വേണ്ട എല്ലാം ഞങ്ങൾ അവിടെ നിന്ന് വാങ്ങിച്ചു. അതിനുശേഷം അവരുടെ മസാലയൊക്കെ ഒഴിച്ചു. അങ്ങനെ കാര്യങ്ങളൊക്കെ ചെയ്ത് കണ്ട് നമ്മൾ ഉപ്പിലിട്ടൊക്കെ വാങ്ങിച്ച് കഴിച്ച്. എൻ്റെ മക്കൾക്ക് പിന്നെ എന്നെപ്പോലെ തന്നെയാണ്, ഉപ്പിലിട്ടതെന്ന് പറഞ്ഞാൽ അവരതുമ്മ അവിടെ കിടന്നോളും. അങ്ങനെ ഉപ്പിലിട്ടൊക്കെ അവർ രണ്ടുപേരും കഴിച്ച് അല്ല അവർക്കൊക്കെ ഇഷ്ടപ്പെട്ടു. അല്ലു ആണെങ്കിലോ വലിയ ആഗ്രഹത്തിൻ്റെ മേലിൽ മസാലയൊക്കെ തേച്ച് കഴിച്ചിട്ട് ലാസ്റ്റ് എരിഞ്ഞിട്ട് മച്ചി എരിയുണ്ട് വെള്ളം എന്ന് പറഞ്ഞാൽ അങ്ങനെ വെള്ളം കുടിച്ച് മുഴുവൻ അവളെന്നെ തീർത്ത്. അങ്ങനെ ലാസ്റ്റ് നമ്മൾ രാത്രി ഐ ലവ് കോഴിക്കോട് എന്നുള്ള ആ ഒരു ബോർഡും ഇതൊക്കെ വ്യൂ ചെയ്ത് അങ്ങനെ അവിടുത്തെ നൈറ്റ് ലൈഫിൻ്റെ ഒരു ചെറിയൊരു പോർഷനൊക്കെ കണ്ട് നമ്മൾ അടുത്ത വീണ്ടും ഓട്ടോയ്ക്ക് വെയിറ്റ് ചെയ്യണം. കാരണം ബസ് സ്റ്റോപ്പിലോട്ട് നമുക്ക് തിരിച്ചു പോകണം. തിരിച്ച് നമ്മൾ ബസ്സിൽ തന്നെയാണ് പോകുന്നത്. അപ്പോൾ നമ്മൾ ഓട്ടോ നമ്മൾ ഉച്ചയ്ക്ക് ഇങ്ങോട്ട് വന്ന സമയത്തിന് ഭയങ്കര ആൾക്കാർ ആരും
വരുന്നില്ലായിരുന്നല്ലോ. അപ്പോൾ ആ ഒരു ഇത് കാരണം നമ്മൾ കുറച്ചിങ്ങനെ ഓട്ടോ കിട്ടുമ്പോൾ നടക്കണം. അങ്ങനെ നമ്മൾ ഓട്ടോ കിട്ടുന്ന ഒരു സ്ഥലത്തോട്ട് നടന്ന് ചെന്ന് നമുക്കൊരു ഓട്ടോ കിട്ടി. അപ്പോഴാണെങ്കിൽ ഓട്ടോ ഡ്രൈവറായിട്ട് ഒരാൾ ആകെ ഫിറ്റായി വന്നു കണ്ട് ഒരു ഇഷ്യൂ ഉണ്ടാക്കി. വെറുതെ ഒരു കാര്യമില്ല, ഡ്രൈവറായിട്ട് വെറുതെ മെക്കെട്ട് കയറിയിട്ട് അവിടെ ഒരു ചെറിയൊരു ഇഷ്യൂ നടന്നു. നമ്മളാകെ പേടിച്ചു, കുട്ടികളൊക്കെ ആകെ പേടിച്ചു പോയി കണ്ട സമയത്ത്. പക്ഷെ അതൊന്നും കുഴപ്പമില്ല, ഡ്രൈവർ കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇതാക്കി. നമുക്കാകെ ഒരുമാതിരിയായി. കാരണം അവർ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ ഞാനാണ് ആദ്യം കൈ കാണിച്ചത്, നീ എന്തിനാ അവരുടെ അടുത്ത് പോയിട്ട് ഓട്ടോ നിർത്തിയത് എന്ന് പറഞ്ഞത്. ആക്ച്വലി നമ്മൾ ആണ് ഓട്ടോക്കാരനെ വിളിച്ചത്. പക്ഷെ മൂപ്പര് അങ്ങനെ ഒരു സിറ്റുവേഷനിലായതുകൊണ്ട് ആകെ ബ്ലാങ്ക് ആയി കിടക്കുന്നതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. അപ്പോൾ നമ്മൾ ലാസ്റ്റ് ആ ഡ്രൈവറോട് സോറിയൊക്കെ പറഞ്ഞിട്ട് പോന്നു. അങ്ങനെ വന്ന പെടുന്ന നമുക്കുള്ള ലാസ്റ്റ് ബസ് അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ ബസ്സിൽ കയറിയിട്ട് നമ്മൾ നേരെ പോന്നു. അങ്ങനെ ലുലു മോളും കൊണ്ട് നമ്മളെ വീട്ടിലോട്ട് നേരെ പോന്നു. അപ്പോൾ ഇത്രയുള്ളൂ. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, കമൻറ്റ്